എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയാൻ പോണത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് പറയാൻ പോണത്. നമ്മുടെ ഓംസ് ലോയും അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജ് ഡിവൈഡറും കറണ്ട് ഡിവൈഡറും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസ് ഇട്ടാം. ഓക്കെ അല്ല, സീരീസും പാരലൽ കണക്ഷനും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ്. മക്കളെ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് കറണ്ട് ഐ ഇൻ ദ സർക്യൂട്ട് ഗിവൺ ബിലോ. ഓക്കെ അല്ല, ഈ സർക്യൂട്ടിലുള്ള കറണ്ട് ഐ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ കറണ്ട് ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇതൊരു ബാറ്ററിയാണ് കേട്ടോ, ബാറ്ററിയാണ്. ഒരു ബാറ്ററി, ഒരു DC സോഴ്സ് എന്നൊക്കെ പറയാം, നമുക്ക് ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് പോകുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുറേ റെസിസ്റ്റൻസുകൾ ഒരു ട്രയാങ്കിൾ രൂപത്തിലൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനാദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പുഷ്പം പോലെ നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യണോ നോക്കിക്കോട്ടെ മക്കളെ, എങ്ങനെ പരിപാടി എന്നുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഈ 100 ഓമും ഈ 100 ഓമും എന്ത് കണക്ഷനാണ് മക്കളെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. എവിടെ പോകുന്നത് വേറെ വഴിയൊന്നുമില്ല. ഇതെന്താണ്? ഇത് കറണ്ട് രണ്ടിലേക്കുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും സീരീസ് കണക്ഷനാണ്. അപ്പോൾ 100 ഓം സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും? 200 ഓം ആയിരിക്കും. അതുപോലെ ഈ 200 ഓമും ഈ 200 ഓമും എന്താണ് കണ്ട, ഇത് രണ്ടുപേരും സീരീസ് കണക്ഷനാണ്. അപ്പോൾ അവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 400 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് വരയ്ക്കാം എങ്ങനെ വരുന്നുള്ള കാര്യം. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൽ തന്നെ മാറ്റി വരച്ചാൽ മതി എന്ന് തോന്നുന്നു. ഇതിൽ തന്നെ നമുക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ അല്ല, ഇത് രണ്ടും കൂടി മാറിയിട്ട് ഇത് ഒരെണ്ണമായിട്ട് മാറി, ഒരു 200 ഓമിൻ്റെ ഒരെണ്ണമായിട്ട് മാറി. ഇത് രണ്ടും കൂടി മാറിയിട്ട് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി മാറിയിട്ട് 400 ഓമിൻ്റെ ഒരെണ്ണമായിട്ട് മാറി. സംശയമില്ല മക്കളെ, ഇത് രണ്ടും സംശയമില്ല, 400 ഓമിൻ്റെ രണ്ട് സാധനമായിട്ട് മാറി. ഇനി നോക്കുക മക്കളെ, ഇവിടെ നോക്കുക, ഈ 200 ഓമും ഈ 200 ഓമും ഇവിടെ രണ്ടും നമുക്ക് മനസ്സിലാക്കും പാരലൽ ആണെന്ന് മനസ്സിലായി അല്ലേ. ഇവിടെ എത്തിയൊരു സാഹചര്യത്തിൽ രണ്ട് വഴി വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് പാരലൽ കണക്ഷനാണ്. അതുപോലെ ഈ 400 എന്താണ്? അവർ രണ്ടുപേരും പാരലൽ കണക്ഷനാണ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്ററുകളാണ് 200 ഓം 200 ഓം. അവർ പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈക്വൽ ആയിട്ടുള്ള n റെസിസ്റ്റൻസുകൾ പാരലൽ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ R/n ആയിരിക്കും. അപ്പോൾ ഇവിടെ 200 ആണ്. അപ്പോൾ രണ്ടെണ്ണുള്ള കാരണം 200/2 ആയിട്ട് മാറും. 200/2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? നമുക്ക് 100 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഈ പടത്തിൽ തന്നെ മായ്ക്കാനായിട്ടോ മക്കളെ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരെണ്ണമായിട്ട് മാറി. 200/2 എന്ന് പറയുമ്പോൾ 100 ഓം ആയിട്ട് മാറി. അതുപോലെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 400 പാരലലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടും സെയിം സാധനങ്ങളാണ്, ഈക്വൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസുകളുണ്ട്. അപ്പോൾ അവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പാരലൽ കാരണം R/n ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യും 400/2 എന്ന് പറഞ്ഞിട്ട് വരും. 400/2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 200 ആയിട്ട് മാറി. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് 200 ഓം എന്ന് പറഞ്ഞിട്ട് ഏതാണ്? 200 ഓം. ഇത് നോക്കാം മക്കളെ, ഇനിയാണ് രസം. ഇത് നോക്കിയാൽ മക്കളെ, ഇത് രണ്ടും എന്താണ് കണ്ട? 200 ഓമും ഈ 100 ഓമും കണ്ട, ഇവരെന്താണ് മക്കളെ? സീരീസ് ആണ് അല്ലേ. കാരണം ഇവിടെ വന്നൊരു കറണ്ടിന് പോകാൻ വേറെ വഴിയൊന്നുമില്ല, ഇതിൽ കൂടെ തന്നെ പോകാൻ വഴിയുള്ളൂ. അപ്പോൾ ഈ രണ്ടാൾക്കാരും എന്താണ്? സീരീസ് കണക്ഷനിലാണ്. അവർ രണ്ടുപേരും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ പടം വരയ്ക്കാം. എല്ലാതും അതിൽ തന്നെ വരച്ചിട്ട് കൊള്ളാക്കണ്ട, നമുക്ക് വേറൊരു പടം വരയ്ക്കാം. അത് ഇവിടെ നമ്മുടെ 200 ഉണ്ട്, ഇവിടെ നമ്മുടെ 50 ഉണ്ട്, ഇവിടെ നമ്മുടെ 300 ഉണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്? സീരീസ് ആണ്. സീരീസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അവരെ നമുക്ക് ഒരുമിച്ച് 300 ഓം എന്ന് പറഞ്ഞിട്ട് എഴുതാം. 300 ഓം സംശയമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ 100 വോൾട്ട് ആണ് കേട്ടോ. ഈ 300 എന്താണ് മക്കളെ? ഈ 300 എന്താണ്? നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ 300 പാരലൽ ആണ്. അപ്പോൾ അവർ പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ രണ്ടും കൂടിയിട്ട് ഒരേപോലത്തെ രണ്ടാൾക്കാരാണ് അല്ലേ. 300 ഒരേപോലത്തെയാണ്, ഈക്വൽ റെസിസ്റ്റൻസുകളാണ്. അവർ പാരലൽ ആണെങ്കിൽ അവരുടെ ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ R/n ആയിരിക്കും. അത് 300/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 ഓം ആയിട്ട് മാറും. അപ്പോൾ ഇതിന് രണ്ടിനും ബദലായിട്ട് നമുക്ക് ഒരെണ്ണം വരച്ചാൽ മതി. നമുക്ക് എങ്ങനെ കാണിക്കാം? 150 ഓം ആയിട്ട് കാണിക്കാം. 150 ഓം. ഓക്കെ അല്ല മക്കളെ, സിമ്പിൾ പരിപാടിയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, ഈ 150യും ഈ 50യും എന്താണെന്ന് മനസ്സിലായി മക്കളെ. ഇവർ രണ്ടുപേരും എന്താണ്? സീരീസ് കണക്ഷൻ ആണ് അല്ലേ. ഇവർ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വരയ്ക്കാം.
സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് സോറി ഇവിടെയാണ് നമ്മുടെ വലുത് ഇപ്പുറത്താണ് ചെറുത്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവരെ മാറ്റിയിട്ട് നമുക്ക് ഒരെണ്ണമാക്കിയിട്ട് വരത്താം. ഒരെണ്ണം ആക്കിയിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ 200 ഓൾറെഡി ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരു 15 115 കൂടി കൂട്ടുമ്പോൾ 200 ഓം ആയിട്ട് മാറി. ഇത് നമ്മുടെ 100 വോൾട്ടാണ്. അപ്പോൾ ഈ 200ഉം 200 അങ്ങനെ ആയിട്ട് പറയണ്ട. 15 115 കൂടി കൂടുമ്പോൾ സീരീസ് കണക്ഷൻ ആയാലും 150 + 50 R1 + R2 അപ്പോൾ 200 ഓം ആയിട്ട് മാറി. ഇനി നമുക്ക് മനസ്സിലായി ഈ 200 ഈ 200 ഇവിടെ എന്താണ് മക്കളെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. പാരലൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഭംഗിയിൽ നേരെ ആക്കിയിട്ട് വരയ്ക്കാം. ഇതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണമായിട്ട് നമുക്ക് കാണിക്കാം. 200 പാരലൽ ആകുമ്പോൾ 100 ഓം ആയിട്ട് മാറി. ഇവിടെ നമുക്കുള്ളത് 100 വോൾട്ട് ആണ്. ഇവിടെ എന്ന് പറയുന്നത് കറന്റ് I ആണ്. അപ്പോൾ ഇതാണ് ഈ 100 ഓം ആണ് നമ്മുടെ R ഈക്വലന്റ് എന്ന് പറയുന്ന സാധനം. ഈ 100 ഓം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, കറന്റ് I കണ്ടുപിടിക്കാം. therefore കറന്റ് I is equal to by using Ohm's law V/R ആണ്. V/R ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. V എന്ന് പറയുകയാണെങ്കിൽ 100 വോൾട്ട് ആണ്. then R equivalent is equal to 100 ഓം ആണ്. അപ്പോൾ 100/100 is nothing but 1 ആംപിയർ ആണ്. ഈ സർക്യൂട്ടിൽ കൂടെ പോകുന്ന ബാറ്ററിയിൽ നിന്ന് വലിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 1 ആംപിയർ ആണ്. ഓക്കെ അല്ലേ. ഇത്രയുള്ള പരിപാടി സിമ്പിൾ സാധനങ്ങളാണ്. പുഷ്പം പോലെ നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലായെന്ന് വിചാരിക്കാൻ കേട്ടോ. ഓക്കെ അല്ലേ, സംശയമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം മക്കളെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് I if all the resistance are in ohm. ഓക്കെ അല്ലേ, ഫൈൻഡ് I in the circuit given below if all resistance are in ohm. അപ്പോൾ ഈ സർക്യൂട്ടിലത്തെ കറണ്ട് I ആണ്, അതായത് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ മക്കളെ, എല്ലാ റെസിസ്റ്റൻസും ഓമിലാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നോക്കുക, ഇവിടെ നിന്നിട്ട് ഒരു സംഭവമൊക്കെ കാണുന്നുണ്ടല്ലോ മക്കളെ. നോക്കിയത് ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് ഇതിങ്ങനെ ഒരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വട്ടം ഇട്ടാൽ എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് പോയിട്ട് ഈ വരയുണ്ടല്ലോ, അതൊരു വയറാണെങ്കിൽ ആ വയറിന്റെ മുകളിൽ കൂടെയാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു പോലെ കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥം ഈ വടിയുടെ മുകളിൽ കൂടെ ചാടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ കണ്ടക്ടറിന്റെ മുകളിൽ കൂടെ ചാടിയിട്ടാണ് നമ്മുടെ ഈ 16 ഓം ഉള്ള ഈ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമുക്കിത് ഭയങ്കര ഒരു കൺഫ്യൂസിങ് പോലെ ആയിട്ട് അങ്ങോട്ട് തോന്നും. പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾ മുകളിൽ കൂടെ അങ്ങോട്ട് ചാടുന്നു മറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അല്ലേ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ സീരീസും പാരലലും മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കോട്ടെ മക്കളെ, നമ്മൾ മാറ്റുന്ന പരിപാടി നോക്കിക്കോട്ടെ. അപ്പം നമുക്ക് പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ ഇത് വരയ്ക്കേണ്ട കഥ വളരെ എളുപ്പമാണ് കേട്ടോ. അതിങ്ങനെ ഒരു ഒറ്റ സാധനമാണ് ആദ്യം വരച്ചാൽ മതി. അപ്പോൾ പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമ്മുടെ 5 ഓം എടുക്കേണ്ടത്, ഇവിടെ 24 വോൾട്ട് കൂടെ എടുക്കേണ്ടത്. നോക്കിക്കോട്ടെ മക്കളെ, നമ്മൾ ചെയ്യുന്നതിട്ടാ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ എടുക്കുന്നത് ഒരു സുഖലല്ലോ. നമുക്കൊക്കെ അതിനെ പിടിച്ചിട്ട് നീർത്താം, നമുക്ക് നേരെയാക്കാം. അപ്പോൾ ഈ സാധനം ഈ വയറെടുത്തിട്ട് നമ്മളെ ഇവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടെ കണക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ. അതായത് ഈ റെസിസ്റ്ററെ പിടിച്ചിട്ട് നമ്മൾ നേരെയാക്കി ഇങ്ങനെ ഇടം നേരെയാക്കണം എന്നിട്ടാ നേരെയാക്കി നമ്മുടെ 2 ഓം നേരെയാക്കി. പിന്നെ ഇവൻ ഓൾറെഡി നേരെ തന്നെയൊക്കെ എടുക്കണേ, അവനെ നമുക്ക് പിടിച്ച് നേരെയാക്കാം. നേരെയാക്കുമ്പോൾ നോക്കിക്കോട്ടാ, ഒരു 3 ഓമും 1 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത് നമുക്കറിയാം അല്ലേ. എന്താണ് മക്കളത്, സീരീസ് അല്ലേ. 3 1 സീരീസ് അല്ലേ. അപ്പോൾ R1 + R2 ആണ്. നമുക്ക് കൂടി ഇതിന് 4 എന്ന് പറഞ്ഞിട്ട് ഏതാ 4 ഓം ഉണ്ട് കേട്ടാ. പിന്നെ നോക്കാനിട്ടാ ഈ സാധനം ഉണ്ടല്ലേ, ഈ സാധനം ഒന്ന് സങ്കല്പിക്കട്ടെ മക്കളെ. ഈ വയറേണ്ടല്ലേ, ഈ വയറാ ഇങ്ങനെ മോളിൽ കൂട്ടുള്ളത്, എങ്ങനെ അതിനിങ്ങനെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ആക്കാം. എങ്ങനെ നോക്കിക്കോട്ടെ, ഞാൻ ഇതിൽ തന്നെ വേണമെങ്കിൽ അത് വളച്ച് വയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇത് ഇപ്പുറത്തേക്ക് ആക്കാണ് കേട്ടാ. പൊന്തിച്ചിട്ടേ ഇതിങ്ങനെ ആക്കാണ് 16. ഇതിപ്പോൾ ഒരു മാച്ച് കളഞ്ഞു കേട്ടാ. മോളിൽ കൂട്ടരാ തൊട്ടിട്ടില്ലല്ലോ, ഇങ്ങനെയാക്കാം. അപ്പം നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ചാടി കിടക്കണ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറി. എന്നിട്ട് നമ്മളൊന്ന് മാറ്റണം. നോക്കിക്കോട്ടാ, ഈ 8 ഉണ്ടല്ലോ, ഈ 8നെ പിടിച്ചിട്ട് നേരെ നിവർത്തി. കാരണം ഇതിനുള്ളിലൊന്നും ആരുമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടേക്കോ ഇവിടേക്കൊക്കെ കണക്ട് ചെയ്യാം. അപ്പം ഈ 8നെ പിടിച്ചിട്ട് നമ്മൾ നേരെയാക്കി 8.
പിന്നെ ഈ 16 ഉണ്ട്. ഈ 16 ഓൾറെഡി നമുക്ക് നേരെ തന്നെ എടുക്കണത് 16. പിന്നെ ഇവനെ കണ്ട മക്കളെ, ഈ പോയിന്റും സെയിം ആണ്. കാരണം ഇതെല്ലാം കൂടി ഒരു ഒറ്റ പോയിന്റിലേക്ക് വേണമെങ്കിൽ, കാരണം ഇതിനുള്ളിൽ ആരുമില്ല. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നതും ഈ പോയിന്റ് എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. അതുപോലെ തന്നെ ഈ പോയിന്റും ഒക്കെ സെയിം ആണ്. ഈ അടിഭാഗത്തൊക്കെ എല്ലാ പോയിന്റുകളും ഒരേ പൊട്ടൻഷ്യലാണ് എടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ വേണമെങ്കിൽ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റ പോയിന്റാക്കി വേണമെങ്കിൽ പിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് ഇത് ഇപ്പുറത്തേക്ക് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നമുക്കൊന്ന് നേരെ ഒന്ന് നിവർത്താം. ഇത് ഇങ്ങനെ 16 ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ എടുക്കുന്ന ഈ സാധനം വളരെ സിമ്പിളായിട്ട് കണ്ട ഒക്കെ നീണ്ട് നിവർന്നൊക്കെ എടുക്കുന്ന രൂപത്തിലേക്ക് ആക്കി നമ്മൾ മാറ്റി. ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കുന്ന സാധനത്തിനെ മൊത്തം നമ്മൾ നീണ്ട് നിവർന്ന് എടുക്കുന്ന സാധനങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റി. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോട്ടെ, അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാന്നുള്ള കാര്യം കേട്ടോ മക്കളെ. ഇവർ രണ്ടുപേരും നോട്ടാ 16 പാരലല്ലേ. 16 പാരലാണെങ്കിൽ നമ്മൾ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. 16/2 ചെയ്താൽ മതി അല്ലെ. അപ്പൊ എത്ര 8 ആണ് അല്ലേ. അപ്പൊ മാഷ് ഇത് മാറ്റണം കേട്ടാ. ഇതിങ്ങനെ അങ്ങോട്ട് മാച്ചിട്ട് ഇത് രണ്ടും പാരലായ കാരണം നമ്മൾ ഇതിനെ എന്താക്കി മാറ്റി മക്കളെ, ഒരെണ്ണായിട്ട് മാറ്റി 8 എന്ന് പറഞ്ഞിട്ട് എഴുതി. സിമ്പിള്, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കാട്ടാ, ഈ 8 എന്താണ് മക്കളെ, അവര് വീണ്ടും പാരലല്ലേ. അവർ പാരലായ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസുകൾ പാരലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R/n ചെയ്താൽ പോരെ. ഇവിടെ 8/2 ചെയ്താൽ പോരെ. അപ്പൊ എന്നിട്ട് മാറി മക്കളെ ഈ സാധനം ഇത് നമുക്ക് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെ. ഒരെണ്ണായിട്ട് മാറി ഇതിന് നമുക്ക് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. 4. അപ്പൊ വേറെ ഒരൊറ്റം എടുക്കണു. ഈ 4 ഇപ്പം തൊട്ടോ മക്കളെ പാരലല്ലേ. ഈ 4 പാരലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് എന്താക്കിയിട്ട് എഴുതാം ഇതിനെ 4/2 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ. 4/2 എന്ന് പറഞ്ഞാൽ 2 സംശയമില്ലല്ലോ. വീണ്ടും കിടക്കണു. ഈ രണ്ടും പാരലല്ലേ. ഒരേപോലത്തെ ആൾക്കാർ വീണ്ടും പാരലല്ലോ വന്നില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് രണ്ടും കൂടിയിട്ട് ഈക്വൽ റെസിസ്റ്റൻസുകളല്ലേ. അപ്പൊ നമുക്ക് ഈക്വൽ ആക്കിയിട്ട് എഴുതിക്കൂടെ. ഈക്വൽ ആക്കിയിട്ട് എഴുതുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ, നമുക്ക് രണ്ടും ഈക്വൽ ആയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ പേരായിട്ട് മാറുമ്പോ എന്തായിട്ട് മാറും, 2/2 സമം 1 മാറി. സംശയമില്ലല്ലോ. മക്കളെ ഇനി നോക്കിയേ, ഈ 5ഉം ഈ 1ഉം എന്താണ്, സീരീസ് അല്ലേ. കാരണം ഇവിടെ നിന്ന് പോയിട്ട് കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടേക്ക് എത്തല്ലേ. അപ്പൊ ഈ രണ്ടാൾക്കാരും എന്നിട്ട് ആ സീരീസ് കണക്ഷൻ അല്ലേ. സീരീസ് കണക്ഷൻ ആകുമ്പോ എന്തായിട്ട് മാറി, നമുക്ക് വേണമെങ്കിൽ ഒരു പടം കൂടി വേണമെങ്കിൽ വരയ്ക്കാം അല്ലെ. 24 വോൾട്ട് ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി സീരീസ് ആയ കാരണം നമ്മൾ ഇതിനെ ഒറ്റ റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതി. നമ്മൾ എത്ര 5ഉം 1ഉം സീരീസ് ആയപ്പോ 6 ഓം ആയിട്ട് മാറി. നമുക്ക് ഇവിടെയുള്ള കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം ബൈ ഓംസ് ലോ. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നുള്ളൂ. ബൈ ഓംസ് ലോ I is equal to V divided by R. V എന്ന് പറഞ്ഞാൽ 24, R എന്ന് പറഞ്ഞാൽ 6, 24/6 എന്ന് പറഞ്ഞാൽ 4 ആംപിയർ കിട്ടിയിട്ടുണ്ട്. Therefore the final answer is 4 ampere. Therefore the current supplied by the battery to the resistor is 4 ampere. ഇത്രയുള്ള കഥ മക്കളെ. സിമ്പിൾ പരിപാടിയല്ല, പുഷ്പം പോലെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ല, അത് സിമ്പിൾ സാധനം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോഴേ നമ്മളിങ്ങനെ മാച്ച് സാർ ഇങ്ങനെ മാച്ച് ചെയ്ത്, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മാച്ച് എഴുതാൻ പറ്റൂലല്ലോ. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതി എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇത് പാനോണ്ട് ഇങ്ങനെ വരച്ച് ഭംഗിയാക്കാന്ന് വെച്ചാൽ കുറേ നേരം പോകും. അപ്പോൾ നമ്മൾ പെൻസിലോണ്ട് ഇങ്ങനെ ഒരു റഫായിട്ട് ഇങ്ങനെ എഴുതി സ്പീഡ് റെസിസ്റ്ററൊക്കെ ഇങ്ങനെ സ്പീഡ് വരച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ പെൻസിലോണ്ട് വരച്ച് പോവാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു മക്കളെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കല്ലേ അല്ലേ മക്കളെ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. Find the voltage across each resistance if a potential difference PD എന്ന് പറഞ്ഞാൽ potential difference of 60 volt is applied between A and B. Okay അല്ലേ. അതായത് if 60 volt is applied across the points A and B, then what will be the voltage across each resistors? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് 60 വോൾട്ട് എക്കും ബിക്കും എക്രോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിനും എക്രോസ് ഉണ്ടാകുന്ന
വോൾട്ടേജ് എന്താണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്, പക്ഷെ നല്ലൊരു കൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് സംശയം ഉണ്ടാവും അല്ലേ, ഇതിപ്പോൾ ഈ ഒരു എ എന്നും ബി എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ, 60 വോൾട്ട് ഇങ്ങനെ കൊടുക്കാന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്യാന്നാണ് അർത്ഥം. 60 വോൾട്ട് എക്കും ബിക്കും അക്രോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനൊന്നും ഒരു പടമൊന്നും പറയൂല, അവരിങ്ങനെ ഒരു കഥ മാത്രം ഇങ്ങനെ മെനഞ്ഞ് പറയുള്ളൂ കേട്ടോ. 60 വോൾട്ട് സപ്ലൈഡ് അക്രോസ് എ ബി എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ ശരിക്കും ഉദ്ദേശിച്ചത് ഇതാണ്. അപ്പൊ നമുക്ക് നോക്കട്ടെ എങ്ങനെയാ നല്ല കാര്യം. അപ്പൊ നമുക്ക് ഇത് ചെറുതാക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. എത്രയാണ് നമ്മുടെ ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിക്കോട്ടാ, ഇവിടെ ആദ്യം തന്നെ അപ്പൊ ഈക്വലന്റ് ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ റെസിസ്റ്റൻസിന്റെ എല്ലാത്തിനും കൂടിയിട്ട് ആകെ തുക എന്തോരം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. നോക്കിക്കോട്ടാ, ഈ 3 ഓമും 6 ഓമും എന്താണ് അവരെന്താണ് മക്കളെ? 3 ഓമും 6 ഓമും എന്താണ്? പാരലൽ അല്ലേ? അപ്പൊ പാരലൽ ആകുമ്പോ നമുക്കറിയാലേ 3 പാരലൽ വിത്ത് 6 ആണെങ്കിൽ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ വരിക? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാണല്ലേ. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോ 3 into 6 divided by 3 plus 6, 3 into 6 divided by 9. ഈ 3 9ൽ 3 തവണ പോയി, അപ്പൊ 3 6ൽ 2 തവണ പോയി. അപ്പൊ therefore the final answer is 2. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാമല്ലോ മക്കളെ, ഞാൻ ഈ പടത്തിൽ തന്നെ മാറ്റം വരുത്താനിട്ടാ. അത് ഈ 6 ഓമിനും അതുപോലെ തന്നെ വേണ്ട, ഈ പടത്തിൽ മാറ്റം വരുത്തണ്ട, നമുക്ക് ഇത് ആവശ്യം വരെ അവിടെ എടുക്കട്ടെ. വേറെ പടം വരയ്ക്കാം. 6 ഓം. അപ്പൊ നമ്മളും കൂടി രണ്ടും കൂടിയിട്ട് മാറ്റാൻ പോവാണ്. മാറ്റുമ്പോൾ എന്ത് വരും നോക്കിക്കോട്ടാ. ദേ ഇങ്ങനെയായിട്ട് മാറി. ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, എ ബി ഇത് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഒരെണ്ണം വരച്ചു. ഇത് നമ്മുടെ 5 ഓം ആണ്. ഇത് രണ്ടും കൂടിയിട്ട് എത്രയാണ് മക്കളെ? 2 ഓം വന്നു. 2 ഓമും പിന്നെ ഒരു 18 ഓം, പിന്നെ ഒരു 8 ഓം. സംശയമില്ല മക്കളെ, ഇങ്ങനെയായിട്ട് മാറി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിച്ച മക്കളെ? ഈ 2 ഓമും 18 ഓമും ഇതൊക്കെ ഓമിലാണ് കേട്ടോ. ഞാൻ ഓം ചെയ്താൽ വിട്ടുപോയതാണ്. അപ്പൊ ഇതെല്ലാതും ഈ 2 ഓമും 18 ഓമും എന്താണ്? സീരീസ് കണക്ഷനിലാണ്. കാരണം എന്താണ്? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഇതിൽ കൂടെയും സെയിം ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും സീരീസ് കണക്ഷനാണ്. 2 ഓമും 18 ഓമും സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്കറിയാം. നമുക്കൊരു പടം വരച്ചേക്കാം. അപ്പൊ എത്രയായിട്ട് മാറി മക്കളെ? ഒരെണ്ണമായിട്ട് മാറി. ഒരെണ്ണം എത്രയാണ്? 20 ഓം ആയിട്ട് മാറി. പാരലൽ വിത്ത് ഒരു 5 ഓം ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ആര് കിടക്കുന്നുണ്ട്? ഒരു 8 ഓം കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എയും ബിയും. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അത് 20 ഓമും 5 ഓമും ഇവിടെ എന്താണ്? പാരലൽ ആയിട്ട് കിടക്കാണ്. അപ്പൊ ഒരു പാരലാകുമ്പോൾ നമുക്ക് അതിന്റെ പാരലൽ കണ്ടീഷൻ കണ്ടുപിടിക്കാം. 20 പാരലൽ വിത്ത് 5 എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും മക്കളെ? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുമ്പോൾ 20 into 5 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 5 ആയിട്ട് മാറി. 20 into 5 അവിടെ എടുക്കട്ടെ. ഡിവൈഡഡ് ബൈ 20 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 25. 5 25 5 തവണ, 5 20 4 തവണ. അപ്പൊ ഉത്തരം 4. Therefore 4 ohm. Therefore the equivalent resistance of 20 ohm and 5 ohm is 4 ohm. അപ്പോൾ നമുക്ക് we can replace 20 ohm and 5 ohm by 4 ohm resistor. ഓക്കെ നമുക്കെല്ലാം നോക്കിക്കോട്ടെ വേണ്ടിയിട്ടാ. അപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് മാറ്റി. എ ബി അവിടെ കിടക്കട്ടെ. ഇത് രണ്ടും കൂടി ഒരെണ്ണമായിട്ട് മാറി. ഇത് 4 ഓം ആയിട്ട് മാറി. ദപ്പുറത്ത് കിടക്കുന്നു ഒരു 8 ഓം. സംശയമില്ലല്ലോ? സീനില്ല അല്ലേ? ഇനി നോക്കിക്കോ മക്കളെ, ഈ 4 ഓമും 8 ഓമും എന്താണ്? They are in series. Therefore the equivalent resistance of 4 ohm and 8 ohm is given by 12 ohm. അപ്പോൾ നമുക്ക് we can replace this 4 ohm and 8 ohm by a single resistor having resistance 12 ohm. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമുക്ക് മാറ്റാട്ടാ. ഇതിനെ പിടിച്ചിട്ട് എ ബി ആയിട്ട് മാറി. ഇതിന് നമുക്ക് 12 ഓം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ഇതല്ലേ മക്കളെ നമ്മുടെ ആർ ഈക്വലന്റ് എന്ന് പറയുന്ന സാധനം അല്ലേ? ഇതല്ലേ ഇവിടെ ആർ ഈക്വലന്റ്. ഇതിനെ ക്രോസ് അല്ലേ നമ്മൾ നമ്മുടെ വോൾട്ടേജ് ബാറ്ററി കൊടുക്കണേ. ബാറ്ററി എത്രയാണ്? 60 വോൾട്ട് അല്ലേ? ഇവിടെ നിന്നല്ലേ നമ്മുടെ കറണ്ട് പോണത്. അപ്പൊ നമ്മുടെ ഓംസ് ലോ പ്രകാരം ബൈ ഓംസ് ലോ
നമുക്ക് എന്ത് എഴുതാം? ദ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ഈക്വലന്റ് വിച്ച് ഈസ് ഗിവൺ ബൈ വി ഈസ് 60, ആർ ഈക്വലന്റ് ഈസ് 12. 60 by 12 is nothing but എത്രയാണ്? 60 12 കൊണ്ട് ഗുണിച്ച 5 ആയിരിക്കും അല്ലേ? 5 ampere. Therefore, the current supplied by the battery to the resistors is 5 ampere. അപ്പോൾ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ampere ആണ്. നമുക്കതല്ലാട്ടാ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് ആണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ വെച്ച് നമ്മുടെ കഥകളെല്ലാം പൂർണ്ണമായി അവസാനിച്ചു. പക്ഷെ നമ്മളോട് അതല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഓരോ റെസിസ്റ്ററിൽ കൂടിയും പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ്. സോറി, കറണ്ട് അല്ല, വോൾട്ടേജ് കണ്ടുപിടിക്കാൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? കാരണം വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോട്ടെ കഥ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫസ്റ്റത്തെ ഇത് മാറ്റാഞ്ഞത്. ഫസ്റ്റത്തെ ഇത് മാറ്റാത്തതിന്റെ കാരണം അതാണ്. ഓക്കെയല്ലേ? നോക്കിക്കോട്ടെ കഥ. ഇവിടെ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണം. നോക്കിക്കോട്ടെ എങ്ങനെ പരിപാടി നോക്കാം. നമുക്ക് 5 ampere ദേ ഇവിടെ നിന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ 5 ampere. ഈ 5 ampere ഇവിടെ എത്തുമ്പോഴും എന്തുണ്ടാവും മക്കളെ? 5 ampere ഉണ്ടാവും. 5 ampere. അപ്പോ ഒരു കാര്യം ഉറപ്പായി, ഈ കറണ്ട് ത്രൂ 8 ampere എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 5 ampere ആണ്. നമുക്ക് ചോപ്പ പാനുണ്ട് മാർക്ക് ചെയ്യാം. കറണ്ട് ത്രൂ 8 ohm എന്ന് പറയുകയാണെങ്കിൽ എത്രയാണ് മക്കളെ? 5 ampere ആണ്. സീരില്ല, സംശയമില്ലല്ലോ. കാരണം ഇത് 5 ampere ആയ കാരണം ഇതിൽ കൂടിയും വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതും 5 ampere തന്നെ ആയിരിക്കും. ഇനി ഇവിടെ എത്തുന്ന ആംബിയറും 5 ampere ആണ്. കണ്ട, 5 ampere ആണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് അവൻ ഇപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറെ പാരലൽ വഴികൾ അല്ലേ? അതായത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് 2 വഴികളുണ്ട് പോകാൻ. ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. സംശയമില്ലല്ലോ മക്കളെ. ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇങ്ങോട്ടും പോകുമ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കട്ടാ. ഇതാണ് നമ്മുടെ കഥ. നമ്മളിതിനെ ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ്, ഇപ്പൊ ഇതിന് ഇങ്ങോട്ട് പോവാന്ന് പറയുകയാണെങ്കിൽ ഇത് ഇവിടേക്കാണ് എത്തേണ്ടത്. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോൾ 2 വഴികളുണ്ട്, ഈ 2 പാതകളുണ്ട്. 2 പാതകൾ എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് വഴി ഇതിലെ പോയിട്ട് വരാം അല്ലേ? അതായത് ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇവിടെ 5 ampere ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 5 ampereന് ഒരെണ്ണം ഇതിൽ കൂടെ പോവാം. ഓക്കെ അല്ലേ? അതിന് നമുക്ക് കറണ്ട് ത്രൂ 5 ampere തന്നെ പറയാം. ഓക്കെ അല്ലേ? കറണ്ട് ത്രൂ 5 ampere. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് അങ്ങനെ എടുക്കട്ടെ, 5 ampere എന്ന് പറയാം. അതുപോലെ കറണ്ട് ഇതിൽ കൂടെ പോവാം. ഇതിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കറണ്ടാണിത്, ഈ കറണ്ട്. അപ്പോൾ ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസ്, ഈ സാധനത്തിന്റെ മൊത്തം റെസിസ്റ്റൻസ് ആണ് നമ്മളുടെ 20 ohm ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന റൂള് നമ്മൾ പഠിച്ചിരുന്നു. കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന സാധനം പറയുന്നത് ഇത്ര മാത്രമാണ്. ഇത് രണ്ടാണ്. ഇവിടെ വരുന്ന കറണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. അപ്പം നമ്മൾ എങ്ങനെ പഠിച്ചിരുന്ന ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. എങ്ങനെ പഠിച്ചിരുന്ന മക്കളെ? നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഒരു കറണ്ട് ഇവിടെ ഉണ്ട്, I എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ട്. 2 സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ്. ഇത് R1 ആണ്, ഇത് R2 ആണ്. ഇവിടെയാണ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ്. നമ്മൾ പഠിച്ച സാധനം നമ്മൾ എഴുതുന്നിട്ടാണ്. ഇതിൽ കൂടെ പോകുന്നത് I1 ആണ്, ഇതിൽ കൂടെ പോകുന്നത് I2 ആണ്. അപ്പോൾ നമുക്ക് I1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് I1 is equal to ഇങ്ങനെയാണ് ഫോർമുല. എന്താണ് മക്കളെ I1 is equal to ഫോർമുല? I ഇൻറ്റു അപ്പുറത്തെ റെസിസ്റ്റൻസ് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പേരിട്ട് വിളിക്കാം അല്ലേ? നമുക്കതിനെ പേരിട്ട് വിളിക്കാം. ഇതിനൊരു I1 എന്ന് പേരിട്ട് വിളിക്കാം, ഇതിനൊരു I2 എന്ന് പറഞ്ഞിട്ട് പേരിട്ട് വിളിക്കാം. സംശയമില്ലല്ലോ? I1 I2, അതായത് ഇതാണ് നമ്മുടെ I1, ഇതാണ് നമ്മുടെ I2. അപ്പം നമുക്ക് ഇവിടെ I1 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. I1 is equal to I ഇവിടെ എത്രയാണ്? 5 ampere ആണ്. ഞാൻ ചോപ്പ പേനോട് എഴുതാം. 5 ampere ആണ്. 5 ഇൻറ്റു R2 അപ്പുറത്തെ റെസിസ്റ്റൻസ് അല്ലേ? 20 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 20 പ്ലസ് 5 ചെയ്തു വരുമ്പോൾ 5 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 25. ഈ 5 25 എത്ര തവണ പോയി മക്കളെ? 5 തവണ പോയി. 20/5 എന്ന് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 ampere ആണ് ഏത്? നമ്മുടെ I1 എന്ന് പറഞ്ഞാൽ 4 ampere ആണ്.
അതായത് ഇതിൽ കൂടെ പോണ ആംപെയർ 4 ആംപെയർ ആണ്. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഇത് 4 ആംപെയർ ആണെങ്കിൽ 5 ആംപെയർ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 4 ആംപെയർ പോയി. അപ്പൊ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് എഴുതാം. 5 ഇവിടേക്ക് വന്നു, 4 അങ്ങോട്ട് പോയി, ബാക്കി ഇവിടേക്ക് 1 പോയിട്ടുണ്ടാവും. അപ്പൊ 1 ആംപെയർ ആണ് ഈ 20 ആംപെയറിൽ കൂടെ പോണത്. അതായത് I2 എന്ന് പറഞ്ഞാൽ 1 ആംപെയർ ആണ്. സംശയമില്ല മക്കളെ? സംശയമില്ല. ഇനി നോക്കാട്ടോ, ഈ I2-ന് 2 വഴികളുണ്ട് പോവാൻ. ഒന്ന് ഇതിൽ പോവാം, ഒന്ന് ഇതിൽ പോവാം. പോയി കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോൾ 2 സ്ഥലത്ത് ഇവിടേക്ക് എത്തും. അപ്പൊ ഈ 18 ഓം ആംപെയറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം 18 ആംപെയറിൽ കൂടെ പോകുന്ന കറണ്ട് നമ്മുടെ I2 തന്നെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപെയർ തന്നെയാണ്. ഇവിടെ പോകുന്ന കറണ്ട് 1 ആംപെയർ തന്നെയാണ്, I2 തന്നെയാണ്. സംശയമില്ല. പക്ഷെ ഇവിടത്തെ കറണ്ടിന് 2 വഴി ഇങ്ങോട്ട് പോകാനുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു I3 എന്നും I4 എന്നും റെപ്രസെന്റ് ചെയ്യാം. I3 I4. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് I2 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ കറണ്ട് ഇവിടെ എത്തിയ ആൾക്ക് 2 വഴിയുണ്ട് ഇവിടെ പോവാൻ. ഓക്കെ അല്ല? ആ 2 വഴികൾ നമുക്ക് ഇവിടെ അങ്ങനെ അവിടെ നമ്മൾ I2 കണ്ടുപിടിച്ചു 1 ആംപെയർ. I2 ഇവിടേക്ക് മാർക്കുന്നത് 1 ആംപെയർ ഇവിടെയാണ്. അത് 2 സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അപ്പൊ നമ്മൾ അവിടെയും നമ്മൾ നമ്മുടെ ഈ ഫോർമുല അപ്ലൈ ആണ്. ഏത് ഫോർമുല? നമ്മുടെ കറണ്ട് ഡിവൈഡർ റൂളിന്റെ ഫോർമുല അപ്ലൈ ആണ്. ബൈ യൂസിങ് കറണ്ട് ഡിവൈഡർ റൂൾ, ബൈ യൂസിങ് കറണ്ട് ഡിവൈഡർ റൂൾ നമുക്ക് എഴുതാം. നമുക്ക് വേണ്ടത് ഇവിടെ I4 കണ്ടുപിടിക്കാം. I4 ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ I2 ആണ്. I2 അപ്പൊ I2 വരുന്നത് ഇൻറ്റു ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പുറത്തോന്റെ റെസിസ്റ്റൻസ് 3. I2 എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് എഴുതിക്കോട്ടെ. I2 1 ആണ്. ഇപ്പുറത്തെ റെസിസ്റ്റൻസ് 3 ആണ്. ഡിവൈഡഡ് ബൈ 2 കൂടി കൂട്ടുക, 3 + 6. അതായത് 3 ഡിവൈഡഡ് ബൈ 9. 3/9 ഈസ് ഈക്വൽ ടു 1/3. 1/3 ആണ് നമ്മുടെ ഏത് I4 എന്ന് പറയുന്ന സാധനം. അപ്പൊ I4 ഇസ് ഈക്വൽ ടു ഇത് 6 ഓം അടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ I4 ഇസ് ഈക്വൽ ടു 1/3 ആംപെയർ. മക്കളെ 1 ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടേക്ക് 1/3 പോയിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ I3 എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 1/3 കുറച്ചാണ്. അപ്പൊ 2/3 ആംപെയർ ആണ്. 2/3 ആംപെയർ. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ മൊത്തം നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാ റെസിസ്റ്ററിൽ കൂടിയും പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ഐഡിയ ഉള്ള സാധനമാണ്. നമ്മൾ അതിൻ്റെ പടങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം അത് മാച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മാച്ച് പോകാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്ത പരിപാടി അങ്ങനെ ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചു. ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നതും 5 ആംപെയർ തന്നെയായിരിക്കും, സംശയമില്ല. പക്ഷെ ഇവിടെ എത്തിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കണ്ട, 2 ഇവിടേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇവിടെയാണ് അവർ സ്പ്ലിറ്റ് ആയിട്ട് പോണത്. അപ്പോൾ 2 വഴികളുണ്ട്. ഇതിൻ്റെ മൊത്തം ഈക്വലന്റ് കണ്ടുപിടിച്ച് 20 ആണ്, ഇവിടുത്തെ 5 ആണ്. അപ്പോൾ ഇവിടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ട് ഡിവൈഡർ റോൾ ചെയ്ത് ഇതുപോലെ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് 4 കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് 1 ആയിരിക്കും, കാരണം 5 ആംപെയർ ആണ് ഇവിടേക്ക് വരുന്നത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടേക്ക് എടുത്തു, കണ്ട ഇത് 1 ആംപെയർ ആക്കി എടുത്തു. അപ്പോൾ 1 ആംപെയർ എടുത്ത സ്ഥലത്തേക്ക് ഈ സാധനം 2 വഴിയുണ്ട് പോകാൻ, പക്ഷെ തിരിച്ചിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത് 1 ആംപെയർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കറണ്ട് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ മക്കളെ? സംഗതി എളുപ്പമാണ്. ഇനി നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പോകാം അല്ലേ. 8 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അക്രോസ് 8 ഓം, എല്ലാം വ്യത്യസ്തമല്ലേ. വോൾട്ടേജ് അക്രോസ് 8 ഓം കണ്ടുപിടിക്കാം. 8 ഓം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ പോകുന്ന കറണ്ട് നമുക്കറിയാം 5 ആണ്, റെസിസ്റ്റൻസ് 8 ആണ്. അപ്പോൾ വോൾട്ടേജ് ഇസിക്കൽ ടു IR ആണ്. അപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അതായത് 5 × 8 therefore 40 വോൾട്ട് ആണ് നമ്മുടെ 8 ഓമിൽ കൂടെയുള്ള റെസിസ്റ്റർ. ഇനി അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 18 ഓമിൽ കൂടെയുള്ള കണ്ടുപിടിക്കാം. വോൾട്ടേജ് അക്രോസ് 18 ഓം കണ്ടുപിടിക്കാൻ റെസിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ എത്രയാണെന്ന് പറയാം. കറണ്ട് എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 × 18 ആണ്, therefore 18 വോൾട്ട്. പിന്നെ 3 ഓമിൽ കൂടെ കണ്ടുപിടിക്കാം. വോൾട്ടേജ് അക്രോസ് 3 ഓം. 3 ഓം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. നോക്കട്ടെ മക്കളെ, 3 അതിൽ കൂടെ പോകുന്ന കറണ്ട് 2/3 ആംപെയർ ആണ്. അപ്പോൾ 2/3 × 3 ഈസ് ഈക്വൽ ടു 3 കട്ട് ചെയ്തുകൊണ്ട് 2 വോൾട്ട്. ഇനി 6 ഓമിൽ കൂടെ കണ്ടുപിടിക്കാം. വോൾട്ടേജ് ത്രൂ 6 ഓം കണ്ടുപിടിക്കാൻ അതിൽ കൂടെ പോകുന്ന കറണ്ട് 1/3 ആണ്. 1/3 × 6 ഇത് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കാണിക്കില്ല കേട്ടോ.
2 വോൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. 2 വോൾട്ട് നമുക്ക് ഓക്കെയാണ് കേട്ടോ. ഇത് രണ്ടും പാരലാണ് അല്ലേ, 3 വോൾട്ടും 3 ഓമും 6 ഓമും പാരലാണ്. അതിനെ ക്രോസ് വോൾട്ടേജ് സെയിം ആയിരിക്കും. 2 കിട്ടി. ഇനി ഇവിടെ എല്ലാം കഴിഞ്ഞോ മക്കളെ? നമുക്ക് എല്ലാവരും കഴിഞ്ഞോ? ഇല്ല, 5 8 ആമ്പയർ കഴിഞ്ഞു, 18 ആമ്പയർ കഴിഞ്ഞു. ഇനി 5 ഓം ഉണ്ട് അല്ലേ, ത്രൂ 5 ഓം. 5 ഓമിൽ കൂടെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കൂടെ പോണ കറണ്ട് കണ്ടുപിടിച്ച് 4 ആണ്. 4 × 5 ചെയ്താൽ മതി. 4 × 5 തന്നെ 20 വോൾട്ട് ആണ്. പരിപാടി സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഓരോന്നിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചു, ഓരോന്നിൽ കൂടെയുള്ള വോൾട്ടേജ്, ഓരോന്നിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു. നല്ല അടിപൊളിക്ക് എണ്ണങ്കാച്ചു ക്വസ്റ്റൻ കേട്ടോ. ഓക്കെ അല്ല? നല്ലപോലെ നോക്കുക, മനസ്സിലാക്കുക, ചെയ്യുക. മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കറണ്ട് ഡിവൈഡർ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണേ. കറണ്ട് ഡിവൈഡർ റൂൾ നമ്മളിവിടെ കറക്റ്റ് പറയുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ 2 സ്ഥലത്ത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കറണ്ട് ഇൻറ്റു അപ്പുറത്തെ സൈഡിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ മക്കളെ? സംഗതി സിമ്പിൾ ആയിട്ടില്ല. അപ്പോൾ മനസ്സിലായി വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ് പോട്ടോ.